ബിഗ് ബോസ് മലയാളം സീസൺ 7 ഹൗസിനുള്ളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു ആര്യൻ ജിസേൽ സൗഹൃദം. എപ്പോഴും ആര്യനും ജിസേലും ഒന്നിച്ചായിരിക്കും. എന്തിന്, ഉറങ്ങുന്നത് പോലും രണ്ടുപേരും ഒരുമിച്ചാണ്. വൈൽഡ് കാർഡുകൾ എത്തിയപ്പോൾ ആദ്യം തന്നെ ചർച്ചയായത് ആര്യനും ജിസേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു. ഹൗസിനുള്ളിൽ ആര്യനും ജിസേലും തമ്മിൽ മറ്റൊരു തരത്തിലുള്ള ബന്ധമാണെന്നും പലതവണ താനത് കണ്ടിട്ടുണ്ടെന്നും അനുമോൾ വെളിപ്പെടുത്തിയതാണ് ചർച്ചയുടെ തുടക്കം. വീക്കെൻഡ് എപ്പിസോഡിലും അനുമോൾ ഇതേ കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്നു. പിന്നീട് രണ്ടാളും ലവ് ട്രാക്ക് കളിക്കുകയാണോ എന്ന സംശയമാണ് ബിന്നി ഉന്നയിച്ചത്. ബിന്നി അത് സഹമത്സരാർത്ഥികളോട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ആര്യൻ എപ്പോഴും ജിസേലിൻ്റെ കൂടെ തന്നെയായിരിക്കും. ജിസേലിന് വേണ്ട എല്ലാ സഹായങ്ങളും ആര്യൻ ചെയ്തിരുന്നു. പാത്രങ്ങൾ കഴുകുക, തുണികൾ കഴുകുക തുടങ്ങി എല്ലാ ജോലികളും ആര്യൻ ഏറ്റെടുത്തു. സ്വന്തം ഗെയിം പോലും മറന്ന് ജിസേലിന് വേണ്ടി വാദിക്കാനും ആര്യൻ തയ്യാറായി. അങ്ങനെ എല്ലാം കൊണ്ടും ജിസേലിൻ്റെ സാരിത്തുമ്പായി മാറുകയായിരുന്നു ആര്യൻ. ഹോട്ടൽ ടാസ്കുമായി ബന്ധപ്പെട്ട് വീട്ടിലേക്കെത്തിയ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയായ ശോഭ വിശ്വനാഥ് ഇതേ കാര്യം തന്റെ സാരിത്തുമ്പ് പിടിക്കാമോ എന്ന ആര്യനോടുള്ള ചോദ്യത്തിലൂടെ ആര്യന് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ആര്യനൊഴികെ മറ്റെല്ലാ കണ്ടസ്റ്റൻസിനും ശോഭ എന്താണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലാവുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ അഭിലാഷും ഒണിയിലും തമ്മിലുള്ള ഇതേ കാര്യത്തെക്കുറിച്ചുള്ള സംസാരം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴും ആര്യനും ജിസേലും തങ്ങളുടെ സുഹൃത്ത് ബന്ധത്തെ ഹൗസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസ് വളച്ചൊടിക്കുകയാണ് എന്ന മറുപടിയാണ് നൽകിയത്. എന്നാൽ ഇന്ന് രാവിലെ മുതൽ ആര്യനും ജിസേലും തമ്മിൽ മിണ്ടുന്നില്ല, ഒന്നിച്ചിരിക്കുന്നില്ല, തമാശകൾ പറയുന്നില്ല. ജിസേലിൻ്റെ അമ്മ വീട്ടിലേക്ക് എത്തിയത് വലിയ ചർച്ചകൾക്ക് ഇടം പിടിക്കുന്നുണ്ട്. ആര്യനും ജിസേലും തമ്മിലുള്ള ഈ ഒരു സൗഹൃദം അതെന്ത് തന്നെയായാലും ജിസേലിൻ്റെ അമ്മയ്ക്ക് താല്പര്യമില്ലാത്ത ഒന്ന് തന്നെയാണെന്ന് വ്യക്തം. വീടിനുള്ളിലേക്ക് കയറുമ്പോൾ അവർ ആര്യൻ്റെ ഭാഗത്തേക്ക് നോക്കുന്നത് പോലുമില്ല. ഇത് മനസ്സിലാക്കിയ ജിസേൽ തൻ്റെ ടാസ്കിനിടയിൽ തന്നെ അമ്മയോട് പറയുന്നുണ്ട് അമ്മ അവിടെ വഴക്കൊന്നും ഉണ്ടാക്കരുതെന്ന്. ടാസ്ക് കഴിഞ്ഞു വന്ന ജിസേലിനോട് അവർ ആദ്യം തന്നെ പറയുന്നത് ആര്യൻ്റെ വിഷയമാണ്. നീ കളിക്കുന്ന രീതി ശരിയല്ലെന്നും ബിഗ് ബോസിന്റെ കപ്പുമായി വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞ നീ ഇവിടെ എന്താണ് കാണിക്കുന്നതെന്നും ജിസേലിന്റെ അമ്മ ജിസേലിനോട് ചോദിക്കുന്നു. തുണികളും പാത്രങ്ങളും സ്വന്തമായി കഴുകണമെന്ന ഉപദേശവും അമ്മ നൽകുന്നുണ്ട്. ആര്യനുമായുള്ള സൗഹൃദം തുടരണ്ട എന്ന രീതിയിലാണ് ജിസേലിന്റെ അമ്മ ജിസേലിനോട് സംസാരിക്കുന്നത്. ഇത് ജിസേലിന് നന്നായിട്ട് മനസ്സിലാവുന്നുമുണ്ട്. തനിക്കിതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയ ജിസേൽ അമ്മയെ തടയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ബിഗ് ബോസ് പുറത്തുവിടുമെന്ന് അമ്മയോട് സൂചിപ്പിക്കുന്നുണ്ട്. ഇത്രയും നാളുകൾക്ക് ശേഷം അമ്മയെ കണ്ടതിന്റെ ഒരു സ്നേഹമോ സന്തോഷമോ ജിസേലിന്റെ മുഖത്തുണ്ടായിരുന്നില്ല. അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നതോ ഫാമിലിയിലുണ്ടായ മരണത്തെപ്പറ്റി ചോദിക്കുന്നതോ കണ്ടില്ല. ശരിക്കും ഇതാണോ ആര്യൻ എപ്പോഴും പറയാനുള്ള ജിസേലിന്റെ ഹ്യൂമാനിറ്റി? തന്റെ ഡ്രസ്സുകളും പെർഫ്യൂമുകളും തീർന്നു, എന്തുകൊണ്ട് അമ്മ അത് അയച്ചില്ല, എന്തുകൊണ്ട് കോഫി പൗഡർ കൊണ്ടുവന്നില്ല തുടങ്ങിയ ചോദ്യങ്ങൾ മാത്രമായിരുന്നു അമ്മയോട് ജിസേലിന് ചോദിക്കാനുള്ളത്. തന്റെ വസ്ത്രധാരണം എങ്ങനെയുണ്ടെന്നും പുറത്തതിനെക്കുറിച്ച് എങ്ങനെയുള്ള ചർച്ചകളാണ് നടക്കുന്നതെന്നും ഹൗസിലുള്ളവർ കേരള സ്റ്റൈലിലാണ് വസ്ത്രം ധരിക്കുന്നതെന്നും തനിക്ക് അങ്ങനെയുള്ള വസ്ത്രങ്ങൾ കുറവാണെന്നും അമ്മയോട് പരാതിപ്പെടുന്നു. എത്രയും പെട്ടെന്ന് തനിക്കുള്ള വസ്ത്രങ്ങളും മറ്റ് ആവശ്യ സാധനങ്ങളും അയച്ചു തരൂ എന്നുള്ളതായിരുന്നു ജിസേലിന് അമ്മയോട് പറയാനുള്ളത്. അമ്മയാകട്ടെ ജിസേലിന് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. മറ്റുള്ളവരെ പോലെ ബെഡ് എപ്പോഴും ക്ലീനാക്കി സൂക്ഷിക്കണമെന്നും എല്ലാ സാധനങ്ങളും അടുക്കി വെക്കണമെന്നും ജിസേലിൻ്റെ അമ്മ ജിസേലിനോട് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫാമിലി വീക്ക് ബിഗ് ബോസിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാം.